1201 ആണ്ട് മീനമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. അതായത് വൃശ്ചികക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും അനിഴ നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും ചേർന്നതാണ് വൃശ്ചികക്കൂർ എന്ന് പറയുന്നത്. വളരെ മോശാവസ്ഥയിൽ കിടന്ന ഭൂമി വ്യാപാരം, അതായത് റിയൽ എസ്റ്റേറ്റ്, ഇപ്പം വളരെ സാവധാനം ഉണർന്ന് പ്രവർത്തിച്ച് അത് നല്ലൊരു ഇതിലേക്ക് ആകാൻ വേണ്ടിയുള്ള സാധ്യതകൾ ഇപ്പം കാണുന്നുണ്ട്. അതുപോലെ പിന്നെ പ്രൈവറ്റ് ഫൈനാൻസിയേഴ്സും നല്ല രീതിയിൽ ഉണർന്ന് നല്ലൊരു ഇതായിട്ട് വരാൻ, നല്ല ലാഭം കിട്ടുന്നൊരു സ്ഥാപനമായി വരാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഔഷധ നിർമ്മാണ കമ്പനികൾക്കും ഔഷധം വിതരണം ചെയ്യുന്നവർക്കും നല്ല രീതിയിൽ ലാഭം കിട്ടുന്ന ഒരു സമയമായിട്ടാണ് വരുന്നത്. അതുപോലെ ഇരുമ്പുരുക്ക് വ്യവസായം, സിമൻറ്റ് വ്യവസായം, ഇതിനെല്ലാം നല്ല രീതിയിൽ ബിസിനസ് ഉണരുന്നതായിട്ടാണ് കാണുന്നത്. സ്വർണം, വെള്ളി മുതലായ ലോഹങ്ങൾ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിക്കുന്നവർക്കും അതിൻ്റെ വ്യാപാരികൾക്കും നല്ല ലാഭം കിട്ടുന്ന ഒരു മാസം കൂടിയാണ് ഇത്. 12 രാശികളിലും എല്ലാവർക്കും ഗുണകരമായ ഫലങ്ങൾ ചെയ്യുന്നു. ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ യാതൊരു തരത്തിലും ഒരു പ്രശ്നമില്ലാണ്ട് ഈ ബിസിനസ് മുന്നോട്ട് പോകാൻ സാധിക്കും. പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവർക്ക് കുറച്ച് പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വരും. അതുപോലെ നിലവിലുള്ളവർക്ക് പുതിയ ബ്രാഞ്ച് തുടങ്ങണമെങ്കിലും പുതിയ ഓഫീസൊക്കെ തുടങ്ങണമെങ്കിലും അവർക്ക് അതിന് സാധിക്കുന്നതാണ്. അതുപോലെ എല്ലാ മനുഷ്യൻ്റെ ജാതകത്തിൽ ഇന്ന തൊഴിൽ പഠിക്കണമെന്നും ഇന്ന വിദ്യാഭ്യാസം നേടണമെന്നും ഇന്ന കൈത്തൊഴിൽ പഠിക്കണമെന്നൊക്കെ ജാതകം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, എഴുതിയിട്ടുണ്ട്. അത് ആ ഒരു ഇത് വെച്ചിട്ട് രക്ഷകർത്താക്കൾ ഇപ്പം 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് രക്ഷകർത്താക്കൾ ഈ കുട്ടിയുടെ ജാതകം ഒന്ന് നല്ലൊരു ജ്യോതിഷനെ വിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം ഏത് മേഖലയിലാണ് നേടേണ്ടതെന്നും, ഓരോരുത്തർക്കും ഓരോ വിദ്യാഭ്യാസമാണ് നേടേണ്ടതെന്നും, കൂടാതെ ഏത് രീതിയിലാണ് അത് കഴിഞ്ഞാൽ നല്ല തൊഴിൽ ലഭിക്കുന്നതെന്നും, അതുപോലെ കൈത്തൊഴിൽ പഠിക്കണമെങ്കിൽ അത് ഏതാണെന്നുള്ള വിശദമായിട്ടുണ്ട്. അത് ഒന്ന് നല്ലതായിരിക്കും. ഇനി അതല്ലെങ്കിൽ കുട്ടിയുടെ അഭിപ്രായം, കുട്ടിയുടെ ആശ എന്താണ്, അത് കണക്കിലെടുത്തിട്ട് പോകുന്നതും നല്ലതാണ്. ഒരിക്കലും ഒരാളിൻ്റെയും സമ്മർദ്ദത്തിന് വഴങ്ങി കുട്ടിയെ വിട്ട് നിർബന്ധിച്ചൊരു കോഴ്സ് എടുക്കരുത്. അത് വളരെയധികം ദോഷം ചെയ്യും. അതുപോലെ ജാതകത്തിൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ചില ഗ്രഹസ്ഥിതികൾ, ഗ്രഹസ്ഥാനങ്ങൾ, ഭാവാധിപ സ്ഥാനങ്ങൾ, ഇതൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇലക്ഷന് നിന്ന് ജയിക്കുവാൻ സാധിക്കും. ആദിയോഗം, നീച രാജഭംഗ യോഗം, പഞ്ചപുരുഷ മഹായോഗം, മഹാപരിവർത്തന യോഗം, ഭരണസാരഥ്യ യോഗം എന്നീ യോഗങ്ങളുള്ള ഒരു ജാതകമാണെങ്കിൽ തീർച്ചയായിട്ടും ഇലക്ഷനിൽ നിന്ന് ജയിച്ചിട്ട് ഭരണ ചുമതല ഏൽക്കുവാൻ സാധിക്കും. അതുപോലെ ശനീശ്വരൻ തുലാം, കുംഭം, മീനം എന്നീ രാശികളിൽ നിന്നാലും ഇലക്ഷന് ജയിക്കാൻ സാധിക്കും. ഗുരു തനുരാശിയിലോ ഗുരുവും ശനീശ്വരനും കൂടി നിന്നാലോ, രാഹു 9ാം ഭാവത്തിൽ നിന്നാലോ തിരഞ്ഞെടുപ്പിൽ ജയിക്കുവാൻ സാധിക്കും. അതുപോലെ സൂര്യൻ 3, 11, ചന്ദ്രൻ 11, രാഹു 9 എന്നീ ഭാവങ്ങളിൽ ഗുണമുള്ള രാശികളിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇലക്ഷന് ജയിക്കാൻ സാധിക്കും. 1ാം ഭാവാധിപൻ 4ലോ, 9ാം ഭാവാധിപൻ 4ലോ, 9ാം ഭാവാധിപൻ 10ലോ, 11ാം ഭാവാധിപൻ 5ഓ ഭാവങ്ങളിൽ ഗുണമുള്ള രാശികളിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇലക്ഷന് ജയിക്കാനും മന്ത്രിസ്ഥാനം വരെ കിട്ടാനും സാധ്യത കാണുന്നുണ്ട്. ഇനി പഞ്ചപുരുഷ മഹായോഗമാണ് ഒരാളിൻ്റെ ജാതകത്തിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഇലക്ഷനിൽ നിന്ന് ജയിക്കുകയും അദ്ദേഹത്തിന് മന്ത്രിയാകാനും, അതല്ല എന്നുണ്ടെങ്കിൽ കേന്ദ്ര ഭരിക്കുന്ന മന്ത്രിയോ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയാകാം. ഇനി ഇലക്ഷന് നിൽക്കാതെ തന്നെ ഇവർക്ക് മന്ത്രിയാകാൻ, അവർക്ക് തിരഞ്ഞെടുത്ത് മന്ത്രിയാവാനൊക്കെ സാധിക്കും. അതിനുള്ളൊരു ഭാഗ്യം അവർക്ക് കാണുന്നുണ്ട്. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ ഈ മാസം വളരെ കുറവായിട്ടാണ് കാണുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം കുറവ് വരുന്നതായിട്ടും ഈ മാസം കാണുന്നുണ്ട്. അതുപോലെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നുണ്ട്. ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലുമുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. പല രീതിയിലും ധനലാഭം വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. പല വഴികളിൽ കൂടി ധനലാഭം വരാം. അതുപോലെ ബന്ധുക്കളുടെയും മിത്രങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ലഭ്യമാകാം. കുടുംബത്തിൽ ഒരു അഭിവൃദ്ധി ലഭിക്കുന്നു. ഭാഗ്യം കൊണ്ട് കഠിനമായ ദുഃഖങ്ങളും അപമാനങ്ങളൊക്കെ മാറിക്കിട്ടുന്നു. പല കേസുകളിലും റിമാൻഡിലാകാതെ രക്ഷപ്പെടാൻ സാധിക്കുന്നു. പുത്രനെക്കുറിച്ചുള്ള മനപ്രയാസമുള്ളവർക്ക് അത് മാറി കിട്ടുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിലായിരുന്നതിനാൽ മോശഫലങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. അമ്മയ്ക്ക് ചില അസുഖങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. വാഹന അപകടത്തിനുള്ള സാധ്യതയുള്ളതിനാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് ഓടിക്കുക. ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് മാറുന്നതിനും ഒരു സാഹചര്യമുണ്ട്. ബന്ധുക്കളുമായി ഒരിക്കലും വിരോധം സമ്പാദിക്കരുത്, അത് ദോഷങ്ങൾ ചെയ്യും.
ഈ മാസം കോടതി കേസുകൾ നിങ്ങൾ പുതിയതായിട്ട് കൊടുക്കുന്നെങ്കിൽ അതിനെ വിജയിക്കാനുള്ള സാധ്യത അത് കുറവാണ്. ആയതിനാൽ അത് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. സർക്കാരിൽ നിന്ന് ഉള്ള ഒരു കോപം നടപടിയോ ജപ്തി നടപടിയോ അല്ലെങ്കിൽ സമൻസോ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു നടപടികൾ വരാൻ സാധ്യതയുണ്ട്. ഒരു പേപ്പർ സമൻസൊക്കെ വരാനൊരു സാധ്യതയുണ്ട്. അത് വേണ്ടുന്നതുപോലെ കൈകാര്യം ചെയ്യുക. ഇനി ഈ വൃശ്ചികക്കൂറിൽ വരുന്ന രാശിക്കാർ നക്ഷത്രക്കാരുടെ വയസ്സിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് ഇവിടെ ഞാൻ പ്രവചിക്കുന്നത്. അതായത് ആദ്യം വിശാഖ നക്ഷത്രത്തിൻ്റെയാണ്. ഗുണകരമായ പല കാര്യങ്ങളും കുടുംബത്തിൽ നടക്കുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. ആരോഗ്യം തൃപ്തികരമായിരിക്കും എന്നാണ്. വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് അത് ആ വിശാഖ നക്ഷത്രക്കാരിൽ ചില വിശാഖ നക്ഷത്രക്കാർക്ക് ആരും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥ വന്നേക്കാം. അതുപോലെ തന്നെ രക്ഷകർത്താക്കൾക്ക് പിന്നെ കോടതി നടപടികളോ പോലീസ് കേസുകളോ ഒക്കെ വരുമ്പോൾ കോടതി നടപടികൾ വരാം, പോലീസ് പരാതികൾ വരുന്നതിനൊക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഈ വിദ്യാർത്ഥിയുടെയും ഈ കുട്ടിയുടെയും കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ അതിനെ പോലീസ് കേസുകളൊക്കെ കോടതി കേസുകളൊക്കെ വരേണ്ട സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഉള്ള ഒരു നടപടികളിലൊന്നും പോയി ചാടാതിരിക്കുക, അതായിരിക്കും നല്ലത്. അതുപോലെ ഇത് കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്ന ഒരു വിശാഖ നക്ഷത്രക്കാരുടെ തീർച്ചയായിട്ടും വിദ്യാഭ്യാസം വലിയ തടസ്സങ്ങളൊന്നുമില്ലാണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുകയും അതനുസരിച്ചിട്ടുള്ള അതായത് നല്ല വിദ്യാഭ്യാസം ഗുണനിലവാരമുള്ള നല്ല വിദ്യാഭ്യാസം ലഭിക്കുകയും അവർക്ക് അതനുസരിച്ചിട്ടുള്ള തൊഴിൽ ലഭിക്കുകയും ചെയ്യുന്നു. അത് കൂടാതെ തന്നെ അവർക്ക് ഈ കിട്ടിയ തൊഴിലിനെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കാരണം പെട്ടെന്നൊരു തൊഴിൽ കിട്ടിയിട്ടാണെങ്കിൽ അത് നിങ്ങൾ വേറെ തൊഴിലിന് വേണ്ടി ശ്രമിച്ച് ഈ ജോലിയിൽ ഇരിക്കുമ്പോൾ തന്നെ വേറൊരു നല്ല തൊഴിലിന് വേണ്ടി ശ്രമിച്ചിട്ട് അങ്ങനെ അത് കിട്ടിക്കഴിയുമ്പോഴാണെങ്കിൽ പോകാം. അല്ലാണ്ട് ഇപ്പോൾ നിലവിലുള്ള ജോലി ഉപേക്ഷിച്ചിട്ട് വേറൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കരുത്. പെട്ടെന്നൊരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആരോഗ്യം ഒരു പരിധി വരെ എല്ലാം നല്ലതായിരിക്കും. അതുപോലെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ നിങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കും. അത് ചിത്രരചനയിലായിരുന്നാലും അല്ലാതെ സാഹിത്യ രചനയിലും ആയിരുന്നാലും അഭിനയശേഷിയിലായിരുന്നാലും നിങ്ങൾക്ക് അതിൻ്റെ കഴിവുകൾ തെളിയിക്കാൻ സാധിക്കും. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരുവിധം നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ തൊഴിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് നിർമ്മിക്കുന്നതിനിടയിൽ വീട് വില കൊടുത്ത് വാങ്ങുന്നതിനെല്ലാം സാധിക്കും. അതുപോലെ ഐശ്വര്യങ്ങളും ധനധാന്യ സമൃദ്ധിയും അവർക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നൊരു സമയമാണിത്. അതുപോലെ അലർജിയുടെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത് വെച്ചാൽ വേറെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ഈ സമയം തൊഴിലിൽ നല്ല രീതിയിലുള്ള പുരോഗതി ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ അവർക്ക് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുകയും അതുമൂലം അവർക്ക് ഭാവിയിൽ നല്ല ഉയർച്ച ഉണ്ടാവുകയും ചെയ്യുന്നു. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് അശ്രദ്ധ കാണിക്കാതിരുന്നാൽ അവർക്ക് ധാരാളം ധനം അവർക്ക് ഇതിൽ നിന്നെല്ലാം അവർക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും, സമ്പാദിക്കുവാൻ സാധിക്കും. ഐശ്വര്യം നിലനിർത്താനുള്ള പൂജകൾ ചെയ്യുന്നത് ഈ സമയം വളരെ നല്ലതായിരിക്കും. പൊതുവേ ഈ സമയം വളരെ ഗുണകരമായിട്ടുള്ള വർഷങ്ങളാണ്. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് അവർ കുറച്ച് ചെറിയ ദുഃഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മാറിയിട്ട് സന്തോഷവും ഐശ്വര്യവും സമൃദ്ധിയൊക്കെ അവർക്ക് ലഭിക്കുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഇഷ്ടപ്പെട്ട വീട് വാങ്ങാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ വീട് നിർമ്മിക്കാൻ സാധിക്കുന്നു, പുതിയ വാഹനം വാങ്ങാൻ സാധിക്കുന്നു, തോട്ടങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ കൃഷിത്തോട്ടങ്ങൾ വാങ്ങാൻ സാധിക്കുന്നു. അതുപോലെ ഉന്നതങ്ങളിൽ നിന്നും ഇവർക്ക് പല സംഘടനകളിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നോ അവർക്ക് അവാർഡുകൾ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. അവിടെ ഈ കലാ സാംസ്കാരിക രംഗങ്ങളിലും മികച്ച പ്രകടനങ്ങൾ അവർക്ക് തൻ്റേതായിട്ടുള്ള കഴിവുകൾ തെളിയിപ്പിക്കാൻ സാധിക്കുന്നു. ഇനി അതുപോലെ 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പല രീതിയിലുള്ള ധനനേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നു. പല രീതിയിലും പണം കിട്ടുന്നതിൻ്റെ റോയൽറ്റി മാതിരിയോ അല്ല നിക്ഷേപങ്ങളിൽ നിന്നോ ഒക്കെ ധാരാളം സമ്പാദ്യം കിട്ടുന്നതിനുള്ളൊരു സാധ്യത കാണുന്നു. ചില രോഗങ്ങൾ വരെ ഈ വാർദ്ധക്യകാലത്ത് അലട്ടുമെങ്കിൽ തന്നെയും അവർക്ക് യാതൊന്നിനും ഒരു പ്രത്യേകമായ ഒരു ദോഷം അവർക്ക് വരുന്നില്ല. തക്കതായിട്ടുള്ള ചികിത്സ ലഭിക്കുന്നു. അവർക്ക് വേണമെങ്കിൽ ഒരു സുഖ ചികിത്സയൊക്കെ ഈ സമയം ചെയ്യാവുന്നതാണ്. ആരുടെയും ചതിയിലും വഞ്ചനയിലും പെടാണ്ടിരുന്നാൽ മാത്രം മതിയാകും.
അടുത്ത അനിഴ നക്ഷത്രക്കാർക്കാണ്. 13 വയസ്സ് വരെയുള്ള അനിഴ നക്ഷത്രക്കാർക്ക് സ്വദേശം വിട്ട് അന്യദേശത്തേക്ക്, അതായത് അച്ഛന്മാരുൾപ്പെടെ അന്യദേശത്തേക്ക് പോകുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ചെറിയ അസുഖങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ചെയ്യാത്ത കാര്യത്തിന് പഴി കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരാം. പല രീതിയിലും ചൂഷണങ്ങൾക്ക് വിധേയമാകേണ്ട ഒരു സാഹചര്യവും കൂടി കാണുന്നുണ്ട്. അതുമൂലം പല തെറ്റുകളിലേക്കും അവർക്ക് പോകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്രയും കാലം അവരനുഭവിച്ച കുറച്ച് ദുഃഖങ്ങൾക്കും അപമാനങ്ങൾക്കും പഴി കേട്ടതിനൊക്കെ അവർക്ക് ഒരു ഭാഗ്യം ലഭിക്കുന്നു. അതെല്ലാം മാറി അവർക്ക് വളരെയധികം ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. ഉയർന്ന രീതിയിലുള്ള ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ ആ വിദ്യാഭ്യാസം ലഭിച്ചതിനാൽ വളരെ മികച്ച, പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ലൊരു തൊഴിൽ ലഭിക്കുന്നതിന് അവർക്ക് സാധിക്കുന്നു. അതുമൂലം അവർക്കൊരു ജീവിതത്തിൽ വളരെ ഐശ്വര്യങ്ങളും സമ്പാദ്യങ്ങളും എല്ലാം അവർക്കുണ്ടാകുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം നടത്തുന്നതിനും എല്ലാം അവർക്ക് ഈ സമയം വളരെ നല്ലതാകുന്നു. 30 വയസ്സ് മുതൽ 37 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിൽ ദമ്പതിമാർ തമ്മിൽ ചെറിയ ഒരു പിണക്കം വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. കുറച്ച് അകന്ന് താമസിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ അവരെ ജോലി സംബന്ധമായിട്ട് അവർ വേറെ രണ്ട് രാജ്യങ്ങളിൽ ആകാം, വളരെ വിദൂരത്തിലാകാം. ആ ഒരു വേർപാട് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചെലവുകളൊക്കെ ഒന്ന് നിയന്ത്രിച്ചൊരു സാമ്പത്തിക അച്ചടക്കം പാലിച്ചാൽ നല്ല രീതിയിൽ അവർക്ക് സമ്പത്തുണ്ടാക്കുവാൻ സാധിക്കും. 37 വയസ്സ് മുതൽ 57 വയസ്സ് വരെ ഉള്ളവർക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങാൻ സാധിക്കും. സമ്പത്തും അതുപോലെ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നല്ല സർവ്വ ഐശ്വര്യങ്ങൾ ലഭിക്കുന്നു. കൂടാതെ ഇതിൽ ചില അനിഴ നക്ഷത്രക്കാർക്ക് ഭരണകാര്യങ്ങളിൽ അവർക്ക് മന്ത്രിയാകാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു പദവി ലഭിക്കുന്നതിനും അവർക്ക് ലഭിക്കുന്നു. അതുമൂലം അവർക്ക് കീർത്തിയും പ്രശസ്തിയും ലഭിക്കുന്നു. 57 വയസ്സ് മുതൽ 63 വയസ്സ് വരെ ഉള്ളവർക്ക് പല ദുഃഖങ്ങളും മനപ്രയാസങ്ങളും ഉണ്ടാകും എങ്കിൽ തന്നെയും അവർക്ക് ധനനാശം വരാതെ ശ്രദ്ധിച്ചാൽ വേറെ കാര്യങ്ങളൊന്നും കുഴപ്പത്തിൽ വരുന്നില്ല. അന്യദേശവാസം വരാം. അതുപോലെ വേണ്ടപ്പെട്ടവർ അവരെ എല്ലാ കാര്യത്തിനും സഹായിച്ചിരുന്ന ആൾക്കാർ വേർപാട് അവർക്കൊരു ദുഃഖമുണ്ടാക്കാം. നിങ്ങളോട് അസൂയുള്ള ആൾക്കാർ, നിങ്ങളുടെ ഉയർച്ചയിലൊക്കെ അസൂയുള്ള ആൾക്കാർ പല രീതിയിലും ഒരു കള്ളപ്പരാതികളൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ആഭിചാരക്രിയകളിൽ നിന്ന് നിങ്ങൾക്ക് ഭയം ഉണ്ടാകാനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ സമയത്ത് 63 വയസ്സ് മുതൽ 73 വയസ്സ് വരെയുള്ളവർക്ക് ധനം ധാരാളം ലഭിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ അവർക്ക് വാഹനങ്ങളും പുതിയ വീടും ഒക്കെ വാങ്ങുന്നതിനുമൊക്കെ സാധിക്കുന്നു. അതുപോലെ അവർക്ക് യാതൊരു വിധത്തിലുള്ള അലച്ചിലും ഇല്ലാണ്ട് സുഖമായിട്ടുള്ള ഒരു സമയമാണിത്. കാർഷിക മേഖലയിൽ തോട്ടങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കാർഷിക മേഖലയിൽ നിന്ന് നല്ലൊരു ലാഭം അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയവും കൂടിയാണ്. 73 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് ഒരു ശസ്ത്രക്രിയ നടക്കേണ്ട ഒരു സമയമായിട്ടാണ് കാണുന്നത്. അതായത് അത് എല്ലിനെ ഒക്കെ ആയിരിക്കും. കാരണം ഒടിവ് ചതവ് വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് വീഴാണ്ട് സൂക്ഷിച്ചാൽ അതൊക്കെ ഒഴിവാക്കി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ചെലവുകൾ ഉണ്ടാകുമെങ്കിലും അതിനുള്ള ധനം അവർക്കുള്ളത് കൊണ്ട് വേറെ പ്രശ്നം വരുന്നതിനുള്ള സാധ്യത കാണുന്നില്ല. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ് പറയുന്നത്. 9 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അവരുടെ വീട്ടിൽ ബന്ധുക്കളെല്ലാം ഒത്തുചേരുകയും അവർക്ക് വേണ്ടുന്ന സംരക്ഷണം അവർക്ക് നൽകുകയും ചെയ്യും. എന്തോ രീതിയിലൊക്കെ ഒരു ബുദ്ധിമുട്ട് ആ കുടുംബത്തിന് വന്നു. പക്ഷേ ബന്ധുക്കളെല്ലാം കൂടി ഒത്തുചേർന്നിട്ട് അവർ സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും സഹായിക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ വളരെ രക്ഷപ്പെടുന്നൊരവസ്ഥയിൽ വിദ്യാഭ്യാസം മുടങ്ങാണ്ട് പോകാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പല രീതിയിൽ അവർക്കൊരു സംരക്ഷണം ലഭിക്കുന്ന ഒരു സമയമാണ്. ഇതെല്ലാവർക്കുമല്ല, ചില തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മാത്രമാണ്. 9 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്കാണെങ്കിൽ പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങൾ വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഐശ്വര്യങ്ങൾക്ക് ഒക്കെ ഒരു കോട്ടം വരുന്നതായിട്ടാണ് കാണുന്നത്. സംഭവിക്കാൻ പാടില്ലാത്ത പലതും സംഭവിക്കാൻ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പല അനർത്ഥങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാം എന്നുള്ളതാണ്. ഇത് വേണ്ടപ്പെട്ടവരുടെ വേർപാട് വളരെയധികം ദുഃഖമുണ്ടാക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇത് എല്ലാവർക്കുമല്ല, ചില തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മാത്രമാണ്. 16 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് എല്ലാ കാര്യങ്ങളും ഒരുവിധം തീരുമാനിച്ചതുപോലെ നടന്നു കിട്ടുന്നൊരു സമയമാണ്. നല്ല ഒരു സമയമാണ്. വിദ്യാഭ്യാസം എത്ര തടസ്സം ഉണ്ടായിരുന്നാലും വിദ്യാഭ്യാസം തടസ്സമാകും എന്ന് വിചാരിച്ചാലും നടക്കില്ല. വിദ്യാഭ്യാസം നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. അവർക്ക് ഇഷ്ടപ്പെട്ട നല്ല ഗുണനിലവാരമുള്ള
വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും അവർക്ക് വിദ്യ നേടുവാനും അതുമൂലം അവർക്ക് നല്ല രീതിയിൽ ഒരു ഉയർന്ന ഒരു ജോലി ലഭിക്കുന്നതിനും അവർക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു പ്രത്യേക വളരെ വിലപ്പെട്ട ഒരാളിൻ്റെ ബിരുദ സൽക്കാരത്തിൽ അവർക്ക് പങ്കെടുക്കാനായിട്ടൊരു അവസരം അവർക്ക് ലഭിക്കുകയും അതിൽ പങ്കെടുത്തത് മൂലം അവരുടെ ജീവിതത്തിൻ്റെ ആ ഒരു കാര്യം തന്നെ മാറി വളരെ ഉയർന്ന ഒരു ജീവിത രീതിയിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് സാധിക്കുന്നു. നല്ല ജോലി കിട്ടുന്നു, നല്ല പദവി ലഭിക്കുന്നു, ആഡംബരമുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് അവർക്ക് ഭാഗ്യം ലഭിക്കുകയും ചെയ്യുന്നു. 36 വയസ്സ് മുതൽ 42 വയസ്സ് വരെ ഉള്ളവർക്ക് പലതരത്തിലുള്ള ചില ദുഃഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ശാരീരികമായും മാനസികമായിട്ടൊക്കെ കുറച്ച് സമ്മർദ്ദങ്ങൾ, പ്രയാസങ്ങളൊക്കെ വരാം. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിരന്തരം യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരാം. ശരീരത്തിൽ മുറിവ്, ചതവ്, ഒടിവ് എന്നിവ വരാണ്ട്, വീഴ്ച ഉണ്ടാവാണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളെ ഉറ്റ ബന്ധുക്കൾ ആരെങ്കിലും, അതായത് സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഒരു വേർപാടുണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. 42 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് അവർക്ക് കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നതെല്ലാം അവർക്ക് കുറച്ച് മനപ്രയാസം ഉണ്ടായല്ലോ കഴിഞ്ഞ കാലത്ത്, അതെല്ലാം മാറിക്കിട്ടുന്നു. പൂർണ്ണമായിട്ട് അവർക്ക് സുഖം ലഭിക്കുന്നു. സർവ്വ ഐശ്വര്യങ്ങളും 8 ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണിത്. അവർക്ക് നല്ല പദവി ലഭിക്കുന്നു. മാത്രമല്ല പ്രതീക്ഷയിലും കൂടുതൽ എത്തിച്ചേരാൻ പറ്റാത്ത മേഖലകളിൽ നല്ല പദവി ലഭിക്കുകയും ആഡംബരമായ ഒരു ജീവിതം അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അതിനുള്ള ഭാഗ്യം അവർക്ക് ലഭിക്കുന്നു. 52 വയസ്സ് മുതൽ 59 വയസ്സ് വരെ ഉള്ളവർക്ക് ചില സർജറി വേണ്ടി വരാനുള്ളൊരു സമയമാണ്. അതുപോലെ സർക്കാരിൽ നിന്ന് ചില ഭയം ജനിപ്പിക്കുന്ന നോട്ടീസുകൾ, സമൻസുകളൊക്കെ ലഭിക്കാം. അത് ഇതിൽ മിക്കവാറും ഇതിൽ കാണുന്നത് ടാക്സ് സംബന്ധിച്ച പ്രശ്നങ്ങളാണ്. അതിലൊക്കെ അശ്രദ്ധ കാണിച്ചാൽ കോടതി നടപടികൾ വരുന്നതിനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട രേഖകളും മറ്റും മോഷ്ടിക്കപ്പെട്ടു പോകുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതെല്ലാം വളരെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുക. 51 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക്, അതിന് മുകളിലോട്ടുള്ളവർക്കും നേരത്തെ മോഷ്ടാക്കളിൽ നിന്ന് അശ്രദ്ധ മൂലം എന്തെങ്കിലും നിങ്ങൾക്ക് മോഷ്ടാക്കൾ അപഹരിച്ച് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം അപഹരിച്ചിട്ടുണ്ടെങ്കിൽ അതുമൂലം നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ വരാം. അത് ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ജീവിതത്തിൽ സകല നേട്ടങ്ങളും ഉണ്ടാകും. വേറെ നല്ല ഐശ്വര്യങ്ങളും അവർക്ക് അങ്ങനെ തന്നെ നിലനിന്ന് പോവുകയും ചെയ്യും. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് ജാതക പരിശോധന കൂടി അത്യാവശ്യമായിട്ടാണ് വരുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഉള്ള ജാതകപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ പൂജപരമായുള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന മീനമാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.